ഹലോ എവരിബഡി, ദിസ് ഇസ് ജിറ്റോ ശ്രീമൻ. അങ്ങനെ ഇന്ന് ഞങ്ങൾ പോകുന്നത് നേരെ അട്ടപ്പാടിയിലേക്കാണ്. പതിവ് പോലെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ലേറ്റായിട്ട് തന്നെ ഇറങ്ങിയത്. അപ്പോൾ എൻ്റെ ഗ്രൂപ്പ് എന്നേക്കാളും മുന്നിൽ പോകുന്നുണ്ട്. പക്ഷേ അവരുടെ ലൈവ് ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ നേരെ ചേസ് ചെയ്ത് പിടിക്കണം അവരെ. ഞാനിപ്പോൾ ഇതേ അങ്കമാലിലാണ്. അങ്ങനെ തൃശ്ശൂരും കടന്നു കഴിഞ്ഞപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ബൈക്കേഴ്സിനെ കണ്ടു. ഇത് ഈ റൈഡിനുള്ള ബൈക്കേഴ്സ് ആണോ എന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് കിടക്കുന്ന ലൈവ് ലൊക്കേഷൻ കുറച്ചുകൂടി മുന്നിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ നേരെ പറന്ന് ലൈവ് ലൊക്കേഷൻ പിടിച്ചു പോയി. അപ്പോഴാണ് അവരെങ്ങനെ കൈ കാണിച്ച് നിർത്തിപ്പിച്ചത്. അങ്ങനെ വണ്ടി നിർത്തി തിരിച്ച് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് മുമ്പ് കണ്ട ബൈക്കേഴ്സൊക്കെയും ഈ റൈഡിൻ്റെ തന്നെ കൂടെയുള്ളവരാണ്. എന്നിട്ട് അവിടെ നിർത്തി എല്ലാവരും വരാനായിട്ട് വെയിറ്റ് ചെയ്തു. എല്ലാവരും വന്നതിന് ശേഷം ഒരു ചായക്കും കിടിച്ച് ഇങ്ങനെ സെറ്റാവള്. അങ്ങനെ റൈഡ് പുനരാരംഭിക്കുകയാണ്. അപ്പോൾ റൈഡ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് റോഡിന് നടുവിൽ കുറച്ച് ആണികളൊക്കെയും കുറച്ച് റൈഡേഴ്സ് ശ്രദ്ധിച്ചത്. അപ്പോൾ മൊത്തം ഗ്രൂപ്പും ഒന്ന് വണ്ടി നിർത്തി എല്ലാവരുടെയും ടയറും ആണി കയറിയിട്ടുണ്ടോ എന്ന് ഇപ്പോൾ ചെക്ക് ചെയ്യാണ്. എന്നാൽ ആരാണ് റോഡിന് നടുവിലൊക്കെ ഇരുന്നിട്ട് ഇതുപോലെ ആണി മതിർന്നേ? ഓരോ കച്ചവടം കിട്ടാനായിട്ടേ. ഒന്നേ ടയറ് മൊട്ടയാണ്, ത്രെഡ് ആവാറായി. ഫ്രണ്ടും ബാക്കും ഈ റൈഡിന് ശേഷം മാറ്റണം. ഒന്നുമില്ല, ഭാഗ്യത്തിനാണെയൊന്നും കയറിയിട്ടില്ല. അതിനുശേഷം പിന്നെ നേരെ സോഷ്യൽ കിച്ചണിലേക്ക് പോയി. അവിടെ പോയിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെയും കഴിച്ച് പിന്നെ അങ്ങോട്ട് വി ആർ കണ്ടിന്യൂയിങ് ദ റൈഡ്. അട്ടപ്പാടിയിലേക്ക് പോകാൻ അത്യാവശ്യം നല്ല ദൂരമുണ്ട്, അതുപോലെ തന്നെ നല്ല വെയിലുമാണ്. സോ ഇടയ്ക്കൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത് ചില ഊടുവഴിക്കും കയറിയിട്ടൊക്കെയാണ് നേരെ റൈഡ് പോകുന്നത്. പറ്റാവുന്നത് ഇടയ്ക്കൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്ത് ഒന്ന് ഹൈഡ്രേറ്ററായി വെള്ളമൊക്കെ കുടിച്ച് ആണ് റൈഡ് കണ്ടിന്യൂ ചെയ്യണേ. എൻ്റെ ലെൻസ് മൊത്തം കൂടിയായേ. പോകുന്ന വഴി അത്യാവശ്യം ദുർഘടമാണ്, അത്യാവശ്യത്തിന് ഇടുങ്ങിയ വഴിയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നിന്ന് വണ്ടി ഓടിക്കുകയാണ്. അങ്ങനെ ഗട്ടറൊക്കെ ഉള്ള സമയത്ത് എനിക്ക് പതുക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ലാഗാണ്. അപ്പോൾ ഞങ്ങൾ ഓവർടേക്ക് അങ്ങോട്ട് കയറി. ഇപ്പോഴേ അട്ടപ്പാടി ചുരമാണ് എത്തിയേക്കുന്നത്. ശരിക്കും ഈ പോയിന്റിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരാവിലെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും അടിപൊളി വ്യൂ ആയിരിക്കും. പിന്നെ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആസ്വദിക്കാനുള്ളൊരു സംഭവമൊന്നും ഇവിടെ അങ്ങനെ പെട്ടെന്ന് കണ്ടില്ല. അങ്ങനെ ഭവാനി ഫോറസ്റ്റ് റേഞ്ചിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ കയറുന്നത്. സൈലൻറ്റ് വാലിയൊക്കെയും ഈ ഒരു ഏരിയ തന്നെയാണ്. അങ്ങനെ ഈ ഫോറസ്റ്റ് റേഞ്ച് കയറിയപ്പോഴാണ് ഇത്തിരിയെങ്കിലേക്കും തണലൊന്ന് ആസ്വദിക്കാൻ പറ്റിയത്. ഇനി ഇതേ ഞങ്ങൾ പോകുന്നത് നേരെ ഭവാനിപ്പുഴയിലേക്കാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ചെമ്മണ്ണൂർ പാലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് വണ്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാന്ന് വെച്ച്. എനിക്ക് ഓഫ് റോഡ് കടുപ്പ് കയറേ. അത് കണ്ടു കഴിഞ്ഞിട്ടേ എനിക്ക് നല്ല ഓഫ് റോഡ് കടുപ്പ് കയറുണ്ട്. ഗ്രിപ്പില്ലാത്ത ടയറും ആഹാ നല്ല മണ്ണ്. ഓ സെറ്റ്, നല്ല കടുപ്പ് വരുന്നുണ്ട്. ഇറക്കടാ, എക്സ്പൾസ് അല്ലേ അവിടെ കിടക്കണേ. ആ പുഴ കണ്ട മൂമെൻറ്റിൽ തന്നെ തീരുമാനിച്ചാണ് വണ്ടി ഇറക്കി ഒരു പോക്ക് പോകണമെന്ന്. അങ്ങനെ ഭവാനിപ്പുഴയിലൊന്ന് ബൈക്കൊക്കെ ഒന്ന് ഇറക്കി. അത്യാവശ്യത്തിന് നല്ലൊരു വീഡിയോ തന്നെ പെട്ടെന്ന് ഡ്രോണിലൊക്കെയും കിട്ടി. ഓ സെറ്റ്.
കുഴപ്പമില്ല. എനിക്കൊരു ഭ്രാന്ത് കൂടി കാട്ടണം. പറ്റൂല. ഒരു മരക്കഷ്ണം എന്താ? ഈ വലിയ മരം ചാടിക്കടക്കാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പോൾ അത് ചാടിക്കടക്കാനുള്ള വഴി ഞാൻ തന്നെ ഉണ്ടാക്കിയേ പറ്റൂ. ബാക്കൊന്ന് പൊന്തിച്ചാ. ഓക്കെ, അവിടെ നിന്ന് വിളിച്ച്. വണ്ടി മണ്ണിലൊന്ന് പതിച്ചുള്ളൂ, പിന്നെ ഒരു പോക്കങ്ങോട്ട് ഞാൻ പോയി. ഇത് കാട്ടിക്കൂടെയാണോ പോണേ? ആ പോണ പോക്കിൽ വണ്ടി ഒന്നും നിർത്താൻ പോലും തോന്നിയില്ല. ഏതൊക്കെയോ കാട്ടിലേക്കും കയറിയിട്ട് അറിയാത്ത ഗുദാമി വന്ന് ചെന്ന്. അപ്പോഴാണ് പിന്നെ ഇവന്മാരൊക്കെ ഭയങ്കര ബാക്കിലാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വണ്ടി തിരിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ തിരിച്ച് നേരെ ഗ്രൂപ്പിലേക്ക് തന്നെ പോവാണ്. ഇന്നത്തെ റൈഡിലെ മെജോറിറ്റി ആൾക്കാരുകളും ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവരാണ്. അങ്ങനെ IRCയുടെ റൈഡാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗായ്സ്, ഒന്ന് സഹായിക്കോ? അപ്പുറത്ത് പോയതാ, അപ്പുറത്ത് ലൂസായി പോയി. ഞാൻ ഇത് കൂടെ തന്നെ കയറ്റിട്ടാ. ഓ, ഇതിനേക്കാൾ ഹൈറ്റ് അത്. നല്ല ഹൈറ്റ് അത്. നോക്കാമോ? ഫ്രണ്ട് നോക്കാമോ? താങ്ക്സ്. സെറ്റ്. ഇനി ബാക്ക്. ചെറിയ രസം. വീഡിയോ ഉണ്ടാവോ? തിരിച്ചാ മരത്തിൻ്റെ ഗുദാം ഒന്ന് ചാടിക്കടക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു. എന്നെ വണ്ടി പൊക്കിത്തരാനായിട്ട് സഹായിച്ച് 2 പേരുടെ മേത്ത് മണലൊക്കെ ഞാൻ നന്നായിട്ട് തെറിപ്പിച്ച്. അതിൻ്റെ ക്ഷമ ഞാനങ്ങോട്ട് ചോദിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ചെമ്മണ്ണൂർ പാലത്തിൽ നിന്ന് തിരിച്ചങ്ങ് പോവാണ്. അങ്ങനെ എല്ലാവരായിട്ടൊന്ന് മീറ്റ് ചെയ്തു. പിന്നെയും യാത്ര തുടരുകയാണ്. അപ്പോഴേക്കും ചെറുതായിട്ട് ഉച്ച ടൈമൊക്കെ വിശന്ന് തുടങ്ങി. ആ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. അങ്ങനെ നട്ടുച്ചയായി. അപ്പോൾ വണ്ടി ചെറുതായിട്ടൊന്ന് സൈഡാക്കി ഇനി ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ അടിക്കാമെന്ന് വെച്ച്. അങ്ങനെ ഭക്ഷണമൊക്കെയും കഴിച്ച് കഴിഞ്ഞ് ഇനി അടുത്ത സ്പോട്ടിലേക്കാണ് പോണേ. ഇപ്പോൾ ഞങ്ങൾ പോകുന്ന സ്പോട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തകരപ്പടി വ്യൂ പോയിൻറ്റിലേക്കാണ്. അപ്പോൾ അത്യാവശ്യത്തിന് മലമുകളിലാണ്. റോഡ് അങ്ങനെ ഓഫ് റോഡ് എന്ന് പറയാനൊന്നുമില്ല, അങ്ങനത്തെ വലിയതൊന്നുമില്ല, അറിയാത്ത റോഡ് അങ്ങനെ പറയാം. ഇവിടെ അത്യാവശ്യത്തിന് നല്ല രസമുള്ള വ്യൂ ആട്ടോ. ഒരു മലയിൽ നിന്ന് അടുത്ത മല കാണാം. അങ്ങനെ സെറ്റ് വ്യൂ പോയിൻ്റാണ്. പക്ഷേ വേനൽക്കാലം ആണ് എന്നുള്ളൊരു നെഗറ്റീവേ ഉള്ളൂ. സമയം പിന്നെ നട്ടുച്ചയാണ്. സമയം ഒരു 2 മണി ടൈമൊക്കെയാണ്. അപ്പോഴൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിലാണ്. ഈ ഏരിയയിൽ അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ്, നല്ലൊരു സെറ്റ് വ്യൂ ആണ്. ഒരു കുഴപ്പമില്ലാത്ത വണ്ടി ഓടിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷെ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം നല്ലൊരു പച്ചപ്പൊക്കെ ഇവിടെ ഉണ്ടായേനെ. അപ്പോൾ ഇവിടെ ഏകദേശം തകരപ്പടി വ്യൂ പോയിൻറ്റിൻ്റെ ഏകദേശം ഏറ്റവും മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടി ഉൾവഴികളൊക്കെ അപ്പുറത്ത് കണ്ട്. അപ്പോൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോയാലോ, എന്തെങ്കിലേക്കും വേറൊരു സെറ്റ് വ്യൂ പോയിൻ്റ് കിട്ടുമെന്നൊക്കെ വെച്ച് അന്വേഷിച്ച് കുറേ ഉൾവഴിക്കും കയറി ചാടിക്കയറി പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കി. പക്ഷെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് തിരിച്ചു പോട്. പ്രത്യേകിച്ചൊന്നുമില്ല.
ഒന്നുമില്ല പ്രത്യേകിച്ച്. അവിടെ തന്നെ തിരിക്കുക, അത്രയ്ക്കേ ഉള്ളൂ. അങ്ങനെ ദേ റൈഡ് ഗ്രൂപ്പിലേക്ക് തിരിച്ച് ജോയിൻ ചെയ്യാണ്. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ റൈഡിലുള്ള കംപ്ലീറ്റ് ഗ്രൂപ്പ് അംഗങ്ങൾ. അങ്ങനെ ഈ തകരപ്പടി മല എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഡ്രോൺ ഷോട്ടൊക്കെ കിട്ടാൻ പറ്റാവുന്ന നല്ലൊരു വ്യൂ ഉള്ളൊരു സ്പോട്ടാണ്. അപ്പോൾ ഡ്രോണൊക്കെ ഒന്ന് എടുത്ത് ഒരു 2-3 ഷോട്ടൊക്കെ ഞങ്ങളുടെ മൊത്തം റൈഡ് ഗ്രൂപ്പിനെ ഞങ്ങൾ എടുത്തു. അങ്ങനെ ദേ തകരപ്പടി വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങി ഒരു ചായക്കും കുടിച്ച് അടുത്ത സ്പോട്ടിലേക്ക് അങ്ങനെ പോവാണ്. ഇപ്പോൾ പോകുന്ന സ്പോട്ട് ഏതാന്ന് എനിക്ക് പോലും കൃത്യമായിട്ട് അറിയില്ല. ഏതോ ഒരു ഉൾവഴിയാണെന്നറിയാം. അപ്പോൾ ലൊക്കേഷൻ എന്ന രീതിയിൽ കൃത്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ആ സ്പോട്ട് എവിടെയാണെന്ന് കണ്ടെത്താനുള്ളൊരു പോക്കാണ്. ഇപ്പോൾ മൊത്തം ഗ്രൂപ്പായിട്ട് അത്യാവശ്യം അട്ടപ്പാടിയിലെ കുറച്ച് ഉൾവഴിയൊക്കെയും കയറിയിട്ട് എവിടെയാണ് ആ ഒരു റീലിൽ കണ്ട ഇൻസ്റ്റാ റീലിൽ കണ്ട സ്പോട്ട് ഏതാന്ന് തപ്പി ആ ഒരു സ്ഥലം തപ്പി നടക്കുകയാണ് ഞങ്ങൾ. കുറച്ച് വഴികളൊക്കെ ഒന്ന് തെറ്റിപ്പോയി. അതിൻ്റെ ഇടയിൽ കുറച്ച് ഊടുവഴികൾ ഒപ്പിച്ച് എന്നിട്ടും സ്പോട്ട് തപ്പി നടക്കുകയാണ്. ആ മല തപ്പി നടക്കുകയാണ് ഇപ്പോഴും ഞങ്ങൾ. അങ്ങടേക്ക് വഴിയുണ്ട്, ഇങ്ങടേക്ക് വഴിയുണ്ട്, അങ്ങടേക്ക് വഴിയുണ്ട്. ഒരു മിനിറ്റ് വര നിക്ക്. ഓക്കെ അല്ലേ? നിക്ക് ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണോ മല? അങ്ങനെ ആ മലയിലേക്ക് പോകാൻ പറ്റൂല. അത്യാവശ്യം നല്ല ദുർഘടമായ വഴിയുമാണ്. പിന്നെ പച്ചപ്പില്ലാത്തതുകൊണ്ട് ആ ഒരു വലിയ വ്യൂ ഒന്നുമില്ല. അപ്പോൾ തിരിച്ചു വന്നു വെച്ചു. അങ്ങനെ അട്ടപ്പാടി റൈഡ് അങ്ങനെ അവസാനിക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ അടിപൊളി സ്പോട്ട് എന്ന രീതിയിൽ ഒരു സ്ഥലം കിട്ടിയിട്ടില്ല. ഒന്ന് വേനൽക്കാലമാണ്, പിന്നെ അട്ടപ്പാടിയിൽ അങ്ങനെ അത്രയ്ക്ക് അടിപൊളി എന്ന് പറയാനായിട്ടുള്ള അങ്ങനെ വലിയ കുറേ സ്പോട്ടുകളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ച് അപ്പോൾ ഗ്രൂപ്പിൽ നിന്നൊന്ന് പിരിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു പറ്റിയൊരു സ്പോട്ട് ഇങ്ങനെ തപ്പി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെയോ വീടാണ്, അല്ല അമ്പലമാണ്. ഇവിടെ അടുത്ത് തന്നെ 1-2 സ്ഥലങ്ങളൊക്കെ തപ്പി നോക്കി, പക്ഷേ അത്രയ്ക്കും എക്സ്പെക്റ്റേഷൻ അത്രയ്ക്കൊന്നും കിട്ടിയില്ല. എന്നിട്ടാ നിർത്തിയേ? അങ്ങനെ അട്ടപ്പാടിയിൽ അങ്ങനെ ഒരു സ്പോട്ടും ഇല്ലയെന്ന് പറയുന്നില്ല. ഇപ്പോൾ ഒരു നല്ലൊരു ക്ലൈമറ്റ് ടൈമിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റാവുന്നൊരു സ്പോട്ടാണ് അട്ടപ്പാടി. ഈ ഒരു റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സെറ്റ് റോഡായിരിക്കും കംപ്ലീറ്റ്ലി.
അങ്ങനെ വൈകുന്നേരമായി ഒരു കുറച്ച് റീഫ്രഷ്മെൻറ്റൊക്കെയും കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ തിരിച്ചു പോവാണ്. ഇനി പിന്നെ ഹൈവേ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പതിയെ ഞാൻ ഗ്രൂപ്പിൽ നിന്ന് അങ്ങോട്ട് പിരിയും. ഹൈവേ കണ്ടു കഴിഞ്ഞ് പിന്നെ കൈ കൊടുക്കാനുള്ള ഒരു ആവേശം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്രൈസ് എനിക്ക്. സോ ഹൈവേ ഏകദേശം എത്തി. അവർ എന്തായാലും ഒരു റെസ്റ്റിംഗ് സ്പോട്ടിലെത്തി ഫൈനൽ മീറ്റിംഗ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ മീറ്റിങ്ങിന് ശേഷം ഞാൻ ഗ്രൂപ്പിൽ നിന്ന് പിരിഞ്ഞ് നേരെ വീട്ടിലേക്ക് അങ്ങോട്ട് പറക്കാണ്. സോ അട്ടപ്പാടി റൈഡ് എന്നീ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് പീസ് ഔട്ട്.